എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കേറ്ററ്റ് പരീക്ഷയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ജീൻ പിയാഷ എന്ന ഒരു ഭാഗം എടുത്താൽ, ആ ഒരു വ്യക്തിയെ എടുത്താൽ അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ആവർത്തിച്ച് കേൾക്കുക. സ്കീമ എന്ന ആശയം നമ്മുടെ ജീൻ പിയാഷയുമായി ബന്ധപ്പെട്ടതാണ്. സ്കീമ എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക ഘടന ആർജിച്ചെടുക്കുന്ന പുതിയ വൈജ്ഞാനിക അംശങ്ങളോ നൈപുണികളെയാണ് സ്കീമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനുകൂലനം എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീൻ പിയാഷയെ ഓർക്കുക. അതുപോലെ തന്നെ സംശീകരണം, സംസ്ഥാപനം എന്നിങ്ങനെ കാണുമ്പോൾ തന്നെ ജീൻ പിയാഷയെ ഓർക്കുക. ഭാഷണ വികാസത്തിന് അഹം കേന്ദ്രീകൃതം, സമൂഹവൽകൃതം ഘട്ടം എന്നിവ വിവരിച്ച വ്യക്തി ജീൻ പിയാഷയാണ്. ഓക്കെ, പിയാഷയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചതും നമ്മുടെ ജീൻ പിയാഷ തന്നെ. കുട്ടികളെ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചതും ജീൻ പിയാഷ തന്നെ. ജീവശാസ്ത്ര രംഗത്ത് ചാൾസ് ഡാർവിൻ നടത്തിയ മാറ്റങ്ങളെ പോലെ മനഃശാസ്ത്ര രംഗത്ത് മാറ്റങ്ങൾ വഴിയൊരുക്കിയ വ്യക്തിയും ജീൻ പിയാഷെ തന്നെയാണ്. പിയാഷയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയജാലക ഘട്ടമാണ്. ഇന്ദ്രിയജാലക ഘട്ടം എന്ന് പറയുന്നത് 2 വയസ്സ് വരെയാണ്. ഇതിൽ വസ്തുബോധം, സ്ഥലബോധം, കാരണബോധം, കലാബോധം എന്നിവ ഉണ്ടാകുന്നു. പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് 2 മുതൽ 7 വയസ്സ് വരെയാണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവൊക്കെ കുട്ടിക്കുണ്ടാവുന്നത്. അതുപോലെ തന്നെ മൂർത്ത മനോവ്യാപാര ഘട്ടം 7 മുതൽ 11 വയസ്സ് വരെയാണ്. ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 മുകളിലാണ്. ഭാഷാ പഠനത്തിൽ ആദ്യപടിയായി പിയാഷ കാണുന്നത് പ്രതീകാത്മക ചിന്തനമാണ്. ഓക്കെ, വസ്തുക്കൾക്കും ആളുകൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. ആകൃതിയും രൂപവും വ്യത്യസ്തപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവിനെ കൺസർവേഷൻ എന്ന് പറയുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സംഭവങ്ങളെയോ വസ്തുക്കളെയോ നോക്കിക്കാണാൻ കുട്ടികൾക്ക് കഴിയാത്ത അവസ്ഥയാണ് അഹം കേന്ദ്രീകൃത ചിന്ത. ഓക്കെ, എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്നും ജീവികളുടെ പ്രത്യേകതകളുണ്ടെന്ന ചിന്തയാണ് സചേതന ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യൻ ഉറങ്ങാൻ പോകുന്നത് കൊണ്ടാണ് രാത്രിയാവുന്നതെന്ന ചിന്ത സചേതന ചിന്തയാണ്. നീളം, വീതി, ഉയരം എന്നിങ്ങനെയുള്ള നിരവധി സവിശേഷതകളിൽ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന പരിമിതിയാണ് കേന്ദ്രീകരണം. പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവ്വ അനുഭവങ്ങളുമായി യുക്തിപൂർവ്വം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷി പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ജീൻ പിയാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ജീൻ പിയാഷയെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക.